ഫ്രണ്ട്സ്, ഞാൻ അസർ സാദിഖ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ്. 2 ദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേക്കൊക്കെ മുറിച്ച് വീട്ടിൽ ഉമ്മിച്ചായും വാപ്പിച്ചായും ഒക്കെ ആയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു അവർ തന്നത്. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഉമ്മിച്ച കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാറില്ല അങ്ങനെ ബർത്ത്ഡേ ഒന്നും. ഞാൻ അവർക്കൊരു തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾ തമ്പ്ലയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ വണ്ടി ആദ്യമായിട്ടല്ല എടുക്കുന്നത്. എനിക്ക് ഓൾറെഡി വണ്ടി നേരത്തെ 2 ഉണ്ടായിരുന്നു. ചെറിയ 2 സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു. ഒരു വാഗണർ, അതുപോലെ തന്നെ 800 ഒരു ചെറിയൊരു താറും ഉണ്ടായിരുന്നു. അതൊക്കെ ഉമ്മിച്ചാടെ പപ്പിച്ചാടെ സപ്പോർട്ടോട് കൂടിയാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാൻ, ഞാൻ തന്നെത്താൻ എൻ്റെ സ്വന്തം കാശിൽ ഞാൻ എടുക്കുന്നൊരു വണ്ടിയാണ്. പുറത്ത് പറഞ്ഞിട്ടില്ല വണ്ടിയുടെ കാര്യമൊന്നും. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. പാപ്പിച്ച ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം പുള്ളിക്ക് ഡൗട്ട് അടിക്കാത്ത രീതിയിൽ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് എന്നതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടി ഇതാണ്. വാഗണർ 2014 മോഡലാണ്. നമുക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇക്കാലത്തിൽ ഒരുപാട് വണ്ടി വേറെ കിടപ്പുണ്ട്. ഞാൻ സ്വിഫ്റ്റാണ് ഓൾറെഡി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വിധിച്ചത് വാഗണറായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. വണ്ടി അടിപൊളിയാണ്. ഞാൻ ഓടിച്ചൊക്കെ നോക്കി. പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോയും ബാക്ക് ക്യാമറയും എല്ലാം ഉണ്ട്. വണ്ടി അടിപൊളിയാണ്. അപ്പോൾ ഇക്ക ഉറക്കമാണ്. ഞാൻ ചെന്നാണ് വിളിച്ചുകൊണ്ടത്. പുള്ളി എനിക്ക് വണ്ടിയെല്ലാം വൃത്തിയാക്കി ഇട്ടേക്കാണ്. പിന്നെ എന്നാലും പുള്ളി ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് നീ വെയിറ്റ് ചെയ്യും. അങ്ങനെ വണ്ടി പുള്ളി തുടച്ചിട്ടിരിക്കുകയാണ്. അപ്പം സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 8:30 കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. വണ്ടിയായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു റിയാക്ഷൻ എന്ന് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാത്തുവിന് ഓൾറെഡി അറിയാം വണ്ടി എടുക്കുന്ന കാര്യം. പാത്തുവിന് അറിയാം. പാത്തുവിനെ കൊണ്ടൊന്ന് കാണിച്ചായിരുന്നു വണ്ടിയൊക്കെ. പാത്തുവിനറിയാം. ഉമ്മിച്ചാടൻ വാപ്പിച്ചാടൻ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വണ്ടി എടുത്തു. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ പാത്തോടെ സ്വല്പം തിരക്കാണ്. പാത്തുവിനെ വിളിച്ചപ്പോൾ അത് സ്വല്പം തിരക്കാണ്. അപ്പം വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. തറവടക്കുന്ന വീട് തല്ലിട്. വണ്ടി ഉണ്ടോ? ബാ ബാ. മിജാക്ക് ഓൾറെഡി ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് പിന്നെ എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ല. വാപ്പിച്ച വരുന്നുണ്ട്. വാപ്പിച്ച കണ്ടിട്ട് എന്തോ പറയുമെന്ന് നമുക്ക് നോക്കാം. വണ്ടി എടുത്ത് മിച്ചാന്തി വായനർ മിച്ചായേ വണ്ടി എടുത്ത് വേണോ? വാ നോക്കിയാ ടയർ മോശമല്ല. അടുത്തിട്ട് നോക്കി. വാപ്പിച്ച CBI പോലെ ബാക്കിൽ കൈയും കെട്ടി ചുറ്റിനോടെ നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാര്യങ്ങൾ എങ്ങനെ ഉണ്ട്, വണ്ടി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കുവാണ്. വണ്ടി പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട്. പുള്ളിക്കാരൻ്റെ വേറൊരു ആറ്റിറ്റ്യൂഡാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തൊട്ടിത്തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊന്നുമല്ല. ഇഷ്ടപ്പെട്ടു വണ്ടിയൊക്കെ. ചുറ്റുന്നതൊക്കെ നോക്കി തുറന്നൊക്കെ നോക്കുന്നുണ്ട്. കണ്ടോ, അകത്തോട്ട് കയറി നോക്കത്തില്ല. പുറത്തുനിന്ന് ഇങ്ങനെ നോക്കത്തൊക്കെ ഉള്ളു. അതെങ്ങനെയാണ്. പിന്നെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സീറ്റും കാര്യങ്ങളും ഒക്കെ പക്ക നീറ്റാണ്. ബാക്ക് ക്യാമറയുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി ഒറ്റ നോട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓടിച്ചൂടെ നോക്കിയപ്പം എനിക്ക് ഫുൾ ഇഷ്ടമായി. അതുപോലെ തന്നെ ടയറൊക്കെ ഒരു 80-90% ഫ്രണ്ട് ടയറൊക്കെ ഓക്കെയാണ്. ഒരു 60%-70% ബാക്ക് ടയർ ഓക്കെയാണ്. ഫ്ലോർ മാറ്റോട് ഇനി ഒന്ന് മേടിച്ചിടണം. അതിൻ്റെ കൂടെ ആവശ്യമുള്ളൂ. വേറെ എല്ലാം സെറ്റാണ്. പത്ത് വന്നാട്ടെ. പത്തിൻ്റെ കാലൊന്ന് ഇടിച്ച് ഏന്തി വികലാംഗിയെ പോലാണ് 10 പേര്. കണ്ടേ ഉണ്ടേ എങ്ങനെയുണ്ടോ നോക്കിക്കേ. കൊള്ളാം. ഇത് പ്രത്യേകിച്ച് പറയാനുള്ള ഡോറ് പൊത്തോ നടച്ചു കഴിഞ്ഞാൽ നിന്നെ എടുത്തിട്ട് ഞാൻ പൊത്തോ നടക്കി. ഓടിക്കാൻ പിടിക്കണ്ടേ? ഒരു ഇരുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പറപ്പിക്കും വണ്ടി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?
മാസമൊക്കെ ഇട്ട് എൻ്റെ അകത്ത് കയറി ഇരിക്കുക. എന്തോത്തിനാണെന്ന് അറിയത്തില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.